വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. വടക്കാഞ്ചേരി പുഴ നവീകരണം മുടങ്ങിയതിന്റെ ഉത്തരവാദികൾ വടക്കാഞ്ചേരി നഗരസഭയും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുമെന്ന് കോൺഗ്രസിന്റെ ആരോപണം. പുഴ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച് വർഷങ്ങളായിട്ടും ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. പുഴ കയ്യേറ്റം ഒഴിവാക്കി ഏറ്റെടുത്ത ഭൂമി ഉപയോഗിച്ച് പുഴ വീതി കൂട്ടി ഉചിതമായ സ്ഥലങ്ങളിൽ ചിറയും കടവുകളും നിർമ്മിച്ച് പുഴയിലെ മണ്ണ് നീക്കി ആഴം കൂട്ടി പുഴ കവിഞ്ഞൊഴുകുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന ജനങ്ങളുടെ ആവശ്യം MLAയും നഗരസഭയും പരിഗണിച്ചില്ല. നിലവിലുള്ള വീതിയിൽ പുഴ സൈഡ് കെട്ടുന്ന നിർമ്മാണം മാത്രമാണ് ചില സ്ഥലങ്ങളിൽ നടന്നത്. അതും പകുതിയിലായി നിൽക്കുകയാണ്. മണ്ണെടുക്കാൻ ടെൻഡർ എടുത്ത കരാറുകാരോട് നേതാക്കളും ജനപ്രതിനിധികളും വൻതുക കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയി. വടക്കാഞ്ചേരിയുടെ ജനജീവിതത്തെ ആകെ ബാധിക്കുന്ന വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കേണ്ട ജനപ്രതിനിധികൾ ആരും ഇതിൽ പ്രതികരിക്കുന്നില്ല. 2024 പ്രളയ ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്ക് മറുപടി പോലും ലഭിച്ചില്ല. വീണ്ടും മഴ കനക്കുമ്പോൾ നാട്ടുകാരും വ്യാപാരികളും കടുത്ത ആശങ്കയിലാണ്. അധികാരികളുടെ അനാസ്ഥയിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം ആരംഭിക്കുമെന്ന് പുഴ സന്ദർശിച്ച് കൗൺസിലർ K. അജിത് കുമാർ, ബിജു ഇസ്മായിൽ, ശശി മംഗലം, സിദ്ദിഖ് മാരാത്തുകുന്ന്, ഷേഖ് അഫ്സാൻ CM എന്നിവർ അറിയിച്ചു. വടക്കാഞ്ചേരി പുഴ വീണ്ടും ഒരു പ്രളയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2018 അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2024 പുഴ കര കവിഞ്ഞൊഴുകി വലിയ നാശനഷ്ടമാണ് വടക്കാഞ്ചേരി മേഖലയിൽ ഉണ്ടാക്കിയത്. 2018 പുഴ കര കവിഞ്ഞൊഴുകിയ സമയത്ത് നമ്മളെല്ലാവരും തന്നെ ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നഗരസഭ നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ പുഴ അളന്നു, 10.25 ഏക്കർ സ്ഥലം വീണ്ടെടുത്തു, പുഴയെ പുനരുദ്ധരിക്കാൻ പോവുകയാണ് എന്നൊക്കെ വലിയ വാഗ്ദാനം. അതുപോലെ തന്നെ MLAയും നിരവധി തവണ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഇവിടെ AC മൊയ്തീൻ 10 കോടി രൂപ അനുവദിച്ചു എന്നുള്ളത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചു. ആ 10 കോടി ഉപയോഗിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ അത് കൃത്യമായി ടെൻഡർ ചെയ്യാനോ അവർ കഴിഞ്ഞ വർഷം മാത്രമാണ് അവർക്ക് സാധിച്ചത്. പക്ഷെ അന്ന് ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു പരാതിയുടെ പകർപ്പുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിക്ക് വീണ്ടും പ്രളയം ഉണ്ടായപ്പോൾ കൊടുത്ത ഒരു പരാതിയാണ്. ഈ പരാതിയിൽ പറയുന്ന ഒരു കാര്യത്തിന് പോലും പരിഹാരമായിട്ടില്ല. ഞങ്ങളന്ന് പറഞ്ഞത് ഈ പുഴ 1.5 മീറ്റർ കര കവിഞ്ഞൊഴുകിയതാണ് 2018. അതുകൊണ്ട് തന്നെ പുഴയുടെ കയ്യേറ്റം ഒഴിപ്പിച്ച മുഴുവൻ സ്ഥലങ്ങളും ഏകദേശം 1.5 മീറ്ററെങ്കിലും വീതി കൂട്ടി ഈ കുറച്ച് ആഴവും കൂട്ടി പുഴയിൽ ഇനിയൊരു പ്രളയം ഉണ്ടാവാത്ത രീതിയിൽ ഡാം തുറന്നു വിട്ടാലും പ്രളയം ഉണ്ടാവാത്ത രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ ഈ കുമ്മായച്ചിറയടക്കം അത് പൊളിച്ചു കളഞ്ഞ് ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് താഴത്തേക്ക് നീങ്ങി ബണ്ടോട് കൂടിയ ഒരു പുതിയ ചിറ നിർമ്മിക്കണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ പുഴയുമായി ബന്ധപ്പെട്ട് പുഴയുടെ ആഴം കൂട്ടാൻ മണ്ണ് എടുത്ത് മാറ്റാനുള്ള സൗകര്യം ചെയ്യണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഇതിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ, വീട്ടുകാർ, കച്ചവടക്കാർ, അങ്ങനെ നിരവധി ആളുകൾ, ആ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു 10 കോടി രൂപയെങ്കിലും നഗരസഭയ്ക്ക് അനുവദിക്കണമെന്ന് കഴിഞ്ഞ നമ്മൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. BCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.